ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ പുതിയതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള വാഴ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്നൊക്കെ പറഞ്ഞ ടാഗ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുള്ളത്. പക്ക ഒരു യൂട്യൂബേഴ്സിന്റെ ഒരു അഴിഞ്ഞാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിക്കുള്ള ഒരു ഫസ്റ്റ് ഹാഫും ഇവരുടെയൊക്കെ അച്ഛന്മാരായിട്ട് വന്നവരുടെ അഴിഞ്ഞാട്ടം സെക്കൻഡ് ഹാഫും അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ഈ ഒരു സിനിമയുടെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് ആനന്ദ് മേനനാണ് ഡയറക്ടർ, അതുപോലെ വിപിൻ ദാസ് ആണ് പ്രൊഡ്യൂസറും റൈറ്ററും. അതിൻ്റെതായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാനുണ്ട്. അങ്കിത് മേനോൻ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ എടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുടെ പേരാണ് അങ്കിത് മേനോൻ. ആള് വെട്ടിച്ചില്ലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരുപാട് ചിരിക്കാനും സെക്കൻഡ് ഹാഫ് ഇമോഷണലി ഉള്ള ഒരു റൈഡും പക്ക ഒരു സെറ്റപ്പായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ആദ്യം പറയാനുള്ളത് നമ്മുടെ ജോമോൻ ജ്യോതിർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തകർത്തടിക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിജു സണ്ണി, ഹാഷിറച്ച്, സാഫ് ബോയ്, അമിത് മോഹൻ രാജേശ്വരി എന്ന് പറയുന്ന ഈ ഒരു 4-5 പേരുടെ ഒരു ഗ്യാങ് ഫസ്റ്റ് ഹാഫില് ഇവരുടെ കുട്ടിക്കാലം മുതൽക്ക്, ജനിച്ച സമയം മുതൽക്കുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. അതായത് ജനിച്ച സമയം മുതൽക്ക് ഒരു 10-30 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമോ അതൊക്കെ പക്കയായിട്ട്, അതായത് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തൊക്കെ അനുഭവിക്കാൻ പറ്റും അതൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ ഒരു 5-6 പേരുടെ കാറ്റഗറിയിൽ പെടാത്തൊരു മനുഷ്യന്മാരുണ്ടാവില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ ഇതിന് മുകളിലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഈ ഒരു 5-6 മാതാപിതാക്കന്മാരുടെ കാറ്റഗറിയിൽ പെടാത്ത ആരും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിനും ഒരുപാട് റിലേറ്റബിൾ ആവുന്ന ഒരു പക്ക ഒരു എന്റർടൈൻമെന്റ് സ്റ്റഫായിട്ടാണ് പേഴ്സണലി വാഴ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ട ഒരു 1-2 സംഭവങ്ങൾ എനിക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളത്, പള്ളിയിൽ വെച്ചിട്ട് അസീസിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, അതുപോലെ തന്നെ കോട്ടയം നസീറിന്റെ ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. നോബി മാർക്കോസ് തകർത്തടിക്കുന്നുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് മൂപ്പര് പൂണ്ട് വിളയാട്ടായിരുന്നു. ഒരു രക്ഷയില്ല. ഈ അച്ഛന്മാരുടെ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാവരും എന്താ പറയുക, സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു റൈറ്റിംഗ് സെറ്റപ്പ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിപിൻ ദാസിന്റെ എല്ലാ ക്വാളിറ്റിയും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളത്. അതങ്ങോട്ട് നേരെ അങ്ങോട്ട് ഒപ്പിയെടുത്ത് വെച്ചാൽ മതി. ഡയറക്ടർക്കും ക്യാമറാമാനും ഒക്കെ അത് അങ്ങോട്ട് എങ്ങനെ എടുക്കണം എന്നുള്ളത് മാത്രം തീരുമാനിച്ച് അത് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ ഇതിൽ വന്നിട്ടുള്ള സിജു സണ്ണിയുടെ ലവ് പോർഷൻ ഒരു സംഭവമുണ്ട്, അത് ഗംഭീരമായിരുന്നു. ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ കിടിലം പെർഫോമൻസ്. ഇന്റർവെൽ ബ്ലോക്കിന് മുമ്പ് ഒരു സീൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മോനെ അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ അത് കൊളാവുന്നാണ് വിചാരിച്ചത്. പക്ഷെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പേരായിട്ട് വന്ന ആ കുട്ടിയുടെ പേരെന്താന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ സൂപ്പർ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ആ പെണ്ണിന്റെ അച്ഛനായിട്ട് വന്നിട്ടുള്ള സിജു സണ്ണിയുടെ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താ അമ്മാവും മെഴുകു പ്രതിമയാണെന്നൊക്കെ രീതിയിലുള്ള ടൈപ്പ് വർത്താനം കാര്യങ്ങളും ഒക്കെ സൂപ്പറായിരുന്നു. ഞാൻ അധികം പറയുന്നില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടറിയാം. ഒരുപാട് ആൾക്കാർക്കിടയിൽ ആ ഒരു എന്താ പറയുക പൊട്ടിച്ചിരിയുടെ ഇടയിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്റ്റഫ്. എന്നാൽ ഇമോഷൻ ആവാനുള്ള സാധനങ്ങൾ ഉണ്ടോ വെച്ചാൽ അതും ഉണ്ട് ആ ഒരു സീനിനകത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണ് ഈ ഒരു കൊല്ലത്തിൽ ഇറങ്ങിയിട്ടുള്ള, മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണ് വാഴ എന്ന് പറയുന്നത്. അതിൽ നെഗറ്റീവ് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഇവർ ഈ കൊണ്ടുവന്നിട്ടുള്ളൊരു പഞ്ചുണ്ട്, ക്ലൈമാക്സ് പോർഷൻ വരെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പഞ്ച് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും വീണ്ടും ഒരു കോമഡി സെറ്റപ്പായി ഒരു അപൂർണതയിലേക്ക് വന്നോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. അത് പക്ഷെ ഇത്രയും നല്ല രീതിയിൽ എഴുതാൻ അറിയാവുന്ന വിപിൻ ദാസിന് അത് അറിയായിക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സൂത്രപ്പണി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സംഭവം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ആ ഒരു ക്ലൈമാക്സ്, അത് ആ ഒരു അത്രയും നേരം കൊണ്ടുവന്നിട്ടുള്ള ആ ഇമോഷൻസിനെ ഫുള്ള് ക്യാരി ചെയ്ത് അതിനൊരു എൻഡിങ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു ഇൻസ്പിറേഷൻ ആവേണ്ട ഒരു സെറ്റപ്പായിരുന്നു ആ ഒരു സംഭവങ്ങളൊക്കെ. പക്ഷെ അതില്ല എന്നിരുന്നാലും ഈ ഒരു സിനിമ ഒട്ടും മോശമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അത് എനിക്ക് ചിലപ്പോൾ തോന്നിയതൊക്കെ ആവാം. പക്ഷെ എന്തായാലും എന്നെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയാണ് 2024 ഈ ഒരു വാഴ എന്ന് പറയുന്നത്. വാഴ കൊണ്ടുള്ള ഉപയോഗങ്ങൾ വരെ ഈ ഒരു സിനിമയ്ക്കകത്ത് വൃത്തിക്കെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോബി മാർക്കോസിന്റെ ഉപ്പയായിട്ട് വരുന്ന ഒരാൾ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഞാൻ വെച്ചതാണോ അതോ നീ വെച്ചതാണോ അതോ നിന്റെ മോൻ വെക്കാൻ പോകുന്നതാണോ യഥാർത്ഥ വാഴ എന്നുള്ളത് ഒരു ടോക്ക് വരുന്നുണ്ട്. എൻ്റെ പൊന്ന്, എജ്ജാതി ഡയലോഗ്, എജ്ജാതി അർത്ഥവത്തായിട്ടുള്ള ഒരു സംഭവങ്ങളായിരുന്നു അതൊക്കെ. അത് രക്ഷയില്ല. അതൊക്കെ
ചെയ്ത് വെപ്പിച്ചവന്മാരും ഉള്ളവരെല്ലാവരും അടിപൊളിയായിരുന്നു. നല്ല കുറച്ച് പാട്ടുകളുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ആ ഒരു പാട്ടൊക്കെ പാടെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് കുറെ ഇമോഷൻസും കുറെ കാര്യങ്ങളൊക്കെ നല്ല ഫൺ ആൻഡ് ഇമോഷണൽ റൈഡായിരുന്നു ഈ ഒരു സിനിമ ഔട്ട് ആൻഡ് ഔട്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ധൈര്യമായിട്ട് നല്ലൊരു തിയേറ്റർ നോക്കി ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കാണാൻ കയറുക. വിത്ത് ഫാമിലി ആയിട്ട് തന്നെ കയറിക്കോ. വാഴ എന്നുള്ള പേര് കാരണം ആരും കയറാണ്ടിരിക്കണ്ട, മിസ്സായിരിക്കും. സോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.